ഈ ചിത്രം ഒരു ഒന്നൊന്നര ചിത്രമാണ്. കഴിഞ്ഞ ദിവസം ഇത് ലാപ്ടോപ്പിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആയിട്ട് കണ്ട് എൻ്റെ 6 വയസ്സുള്ള മകൾ വളരെ നിഷ്കളങ്കമായി ചില ചോദ്യങ്ങൾ ചോദിച്ചു. അച്ഛാ, ഈ മാമൻ ആരാണ്? ഇയാൾ മാർക്കറ്റിൽ പോയി പച്ചക്കറി വാങ്ങി വരികയാണോ? ഈ ടാങ്ക് കയറിയാൽ മാമൻ മരിച്ചു പോവില്ലേ? അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, മോള്, ഈ മാമൻ ആരാണെന്ന് അച്ഛൻ അറിയില്ല, പക്ഷേ ആരായാലും അയാൾ പച്ചക്കറി വാങ്ങാൻ മാർക്കറ്റിൽ പോയതല്ല. സ്വന്തം രാജ്യത്തിന്റെ ജനാധിപത്യം അപകടത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ രക്ഷിക്കാൻ വേണ്ടി തെരുവിലേക്ക് ഇറങ്ങിയതാണ്. ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിങ്ങിലെ ടിയാനൻമെൻ സ്ക്വയറിന്റെ വടക്ക് പടിഞ്ഞാറേ മൂലയ്ക്കിലുള്ള ചാങ്കൻ അവന്യൂവിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ അയാളുടെ നെഞ്ചിലൂടെ കയറി ഇറങ്ങാൻ വേണ്ടി വെമ്പി നിൽക്കുന്നത് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ടൈപ്പ് 59 ടാങ്കുകളാണ്. ആ ടാങ്ക് പരേഡിന് മുന്നിൽ അതിനെ കടന്നുപോകാൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തിക്കൊണ്ട് നെഞ്ചുമിരിച്ച് നിൽക്കുന്ന ഒരു അജ്ഞാതനായ പ്രക്ഷോഭകാരിയാണ് ഈ മാമൻ. 10,000-ഓളം യുവ വിദ്യാർത്ഥികളെ പട്ടാളം വെടിവെച്ച് കൊന്നുകളഞ്ഞ് നേരത്തോട് നേരം പുലരും മുമ്പ് അയാൾ അന്നാ കാണിച്ചത് അസാമാന്യമായ ധീരത തന്നെയാണ്. അയാളുടെ പേരെന്താണെന്നോ ആരാണ് എന്നോ ഉള്ള കൃത്യമായ വിവരം അന്നും ഇന്നും ആർക്കും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന് ഒരുമ്പിട്ടതിന് തൊട്ടു പിന്നാലെ ഇയാൾ ഒന്നുകിൽ ഫയറിംഗ് സ്ക്വാഡിന് മുന്നിലേക്കോ അല്ലെങ്കിൽ ആജീവനാന്ത കാരാഗൃഹവാസത്തിലേക്കോ തള്ളപ്പെട്ട് കാണുമെന്നാണ് പലരും വിശ്വസിക്കുന്നത്. കാരണം പിന്നീട് ആരും തന്നെ മുന്നോട്ട് വന്ന് ഞാനാണ് അന്നങ്ങനെ നിന്നത് എന്ന് പറഞ്ഞതായി എങ്ങും കണ്ടിട്ടില്ല. ടിയാനൻമെൻ സ്ക്വയറിലെ പ്രതിരോധങ്ങളുടെ പ്രതീകമായിട്ട് മാറിയ അയാളെ ലോകം പിന്നീട് വിളിച്ചത് ടാങ്ക് മാൻ എന്ന പേരിലാണ്. ഇയാളെപ്പോലെ അജ്ഞാതരായ ഒരുപാട് പേരുടെ ചോരയിൽ കുതിർന്ന ഓർമ്മകൾ വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഈ ചിത്രത്തിന് പിന്നിലുണ്ട്. ലോക ചരിത്രത്തിൽ ടിയാനൻമെൻ സ്ക്വയർ കൂട്ടക്കൊല എന്ന പേരിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഈ സംഭവം നടന്നിട്ട് ജൂൺ 4-ാം തീയതി 33 വർഷം തികഞ്ഞു. ജനാധിപത്യം അല്ലെങ്കിൽ മരണം എന്നൊരൊറ്റ മുദ്രാവാക്യവും നെഞ്ചിലേറ്റി ചൈനയിലെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി നടത്തിയ ആ ഐതിഹാസിക സമരത്തിന്റെ കഥ. ഏറെക്കുറെ സമാധാനപരമായി സമരം നയിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ ഡെൻ സിയാവോപിങ് എന്ന രാഷ്ട്രത്തലവന്റെ ഉത്തരവുകൾ ശിരസാ വഹിച്ച പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ സൈനികർ ചൈനീസ് വ്യാളികളെ പോലെ വർഷിച്ച തീയുണ്ടകളുടെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. ടൈം മാഗസിനു വേണ്ടി അന്ന് ചൈനയിൽ റിപ്പോർട്ട് ചെയ്യാൻ ചെന്ന സ്റ്റുവർട്ട് ഫ്രാങ്ക്ലിൻ എന്ന പത്ര ഫോട്ടോഗ്രാഫറാണ് വിഖ്യാതമായിട്ടുള്ള ഈ ടാങ്ക്മാൻ ചിത്രം ക്യാമറയിൽ പകർത്തുന്നത്. അദ്ദേഹം പിന്നീട് ഈ സംഭവത്തെ പറ്റി ഓർത്തെടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാൻ ആദ്യം കരുതിയത് ഇയാൾ എന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രെയിം തകരാറിലാക്കുമല്ലോ എന്നാണ്. ലോകം ഒരുപാട് കാലം ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു ഫോട്ടോ ആണ് എന്റെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കാൻ പോകുന്നതെന്ന് ഞാനപ്പോൾ ഓർക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് യന്ത്രത്തോക്കുകൾ മുരളുന്ന ഒച്ച എനിക്കപ്പോൾ കേൾക്കാമായിരുന്നു. ടാങ്കുകൾ പോകുന്നതിന്റെ ശബ്ദവും പശ്ചാത്തലത്തിൽ മുഴങ്ങുന്നുണ്ട്. അപ്പോഴാണ് ഈ ടാങ്ക് പരേഡിനെ ഒറ്റയ്ക്ക് തടഞ്ഞു നിർത്തിക്കൊണ്ട് ഈ പ്രക്ഷോഭകാരി എന്റെ വ്യൂ ഫൈൻഡറിലേക്ക് കടന്നു വരുന്നത്. അയാൾ ടാങ്കിനെ പോകാൻ അനുവദിക്കാതെ ഒറ്റയ്ക്ക് തന്റെ ശരീരം കൊണ്ട് അതിനെ തടഞ്ഞു നിർത്തിക്കൊണ്ടിരുന്നു. അയാളെ മെതിച്ചുകൊണ്ട് കടന്നു പോകുന്നതിന് പകരം ആ പട്ടാള ടാങ്ക് അതിന്റെ എഞ്ചിൻ ഓഫ് ചെയ്ത് അവിടെ നിർത്തുന്നു. ഒപ്പം പിന്നാലെ വന്ന ടാങ്കുകളും നിൽക്കുന്നു. ടാങ്ക് നിർത്തിയെന്ന് കണ്ടപ്പോൾ അയാൾ അതിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറുന്നുണ്ട്. ഓപ്പറേറ്ററുടെ ഹാച്ചിനടുത്തെത്തി അതിനുള്ളിലിരിക്കുന്ന പട്ടാളക്കാരനോട് അയാൾ എന്തോ പറയുന്നുണ്ട്. അതിനുശേഷം അയാൾ താഴേക്കിറങ്ങി പഴയ പൊസിഷനിൽ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നാലെ എഞ്ചിൻ വീണ്ടും സ്റ്റാർട്ടാക്കി ആ ടാങ്ക് പരേഡ് മുന്നോട്ട് തന്നെ പോകാൻ ശ്രമിക്കുന്നു എന്ന് കണ്ടപ്പോൾ അയാൾ വീണ്ടും ആ വ്യൂഹത്തിന് മുന്നിലേക്ക് എടുത്തു ചാടി തന്റെ ധർണ തുടരുന്നുണ്ട്. ആ ദൃശ്യത്തിന്റെ തുടർച്ചയിൽ നമ്മൾ പിന്നെ കാണുന്നത് എവിടെ നിന്നോ ആ ഫ്രെയിമിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്ന 2 നീല വസ്ത്രധാരികളെയാണ്. അവർ ആ ടാങ്കിന് മുന്നിൽ നിന്ന് ആ പ്രക്ഷോഭകാരിയെ പിടിച്ചു മാറ്റി അയാളെ കൊണ്ട് എങ്ങോട്ടോ മറയുന്നതും ടാങ്കുകൾ പരേഡ് തുടരുന്നതുമൊക്കെ നമുക്ക് കാണാം. അയാളെ പിടിച്ചു കൊണ്ടുപോയവർ ആരെന്ന് കൃത്യമായിട്ടുള്ള വിവരമില്ല. പ്രാദേശിക പത്രലേഖകർ പറയുന്നത് അത് ചൈനീസ് രഹസ്യ പോലീസുകാരാണ് എന്നാണ്. ആ ക്ഷുഭിത യൗവനത്തിന് പിന്നീട് എന്തു പറ്റി എന്നതിനെ പറ്റിയുള്ള വിവരങ്ങളൊന്നും തന്നെ ഇന്ന് ലഭ്യമല്ല. ആ ടാങ്ക് ഓടിച്ചിരുന്ന സാമാന്യ മനുഷ്യപ്പറ്റുള്ള പട്ടാളക്കാരനും പിന്നീട് എന്തു പറ്റിയെന്ന് അറിവില്ല. സ്റ്റുവർട്ട് ഫ്രാങ്ക്ലിന്റെ ക്യാമറ പകർത്തിയ ദൃശ്യങ്ങളെ പക്ഷേ ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ പിന്നീട് അങ്ങോട്ട് ചൈനയിലെ ടിയാനൻമെൻ സ്ക്വയർ വിദ്യാർത്ഥി വിപ്ലവത്തിന്റെ ഐക്കോണിക് ചിത്രങ്ങൾ എന്ന നിലയിൽ കൊണ്ടാടുന്നുണ്ട്. വർഷാവർഷം ടിയാനൻമെൻ സ്ക്വയർ കൂട്ടക്കൊലയുടെ ഓർമ്മ പുതുക്കാൻ ഇതേ ചിത്രങ്ങൾ പിന്നീട് എത്രയോ വട്ടം ലോകമെമ്പാടുമുള്ള ജനങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഇതേ ടിയാനൻമെൻ ടാങ്ക്മാനെ പറ്റിയിട്ടുള്ള സ്ഥിരീകരിക്കപ്പെടാത്തതാണെങ്കിലും ഒരു വിവരം ഒരിക്കൽ സൺഡേ എക്സ്പ്രസ് എന്ന് പറയുന്നൊരു പത്രം പുറത്തുവിടുകയുണ്ടായി. അത് 19-കാരനായിട്ടുള്ള വാങ് വെയ് ലിൻ എന്ന വിദ്യാർത്ഥി ആയിരുന്നു എന്നാണ് അവർ പറയുന്നത്. അയാൾക്കുമേലെ ചൈനീസ് പോലീസ് ഗുണ്ട ആക്ട് ചുമത്തി കേസെടുത്തുവെന്നും പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ കൃത്യനിർവഹണത്തിന് വിഘാതം സൃഷ്ടിച്ചു എന്നൊരു കുറ്റം കൂടി അയാൾക്കുമേൽ ചുമത്തപ്പെട്ടുവെന്നും ഒക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രേഖകളിൽ ഇങ്ങനെ ഒരാളെ പറ്റി ഒരു പരാമർശങ്ങളുമില്ല. മാധ്യമങ്ങൾ ഇങ്ങനൊരു പേര് പറയുന്നത് കേട്ടിരുന്നു. അന്വേഷിച്ചപ്പോൾ മരിച്ചവരുടെയോ കാണാതായവരുടെയോ കൂട്ടത്തിൽ ഇങ്ങനൊരു പേരുകാരൻ ഉണ്ടായിരുന്നതായിട്ട് കണ്ടില്ല എന്നായിരുന്നു പാർട്ടിയുടെ മറുപടി. ആ നീലക്കുപ്പായക്കാർ അയാളെ നേരെ കൊണ്ടുപോയത് ജയിലിലേക്കായിരുന്നുവെന്നും അവിടെ നിന്ന് അയാളെ 2 ആഴ്ചയ്ക്കുള്ളിൽ ഫയറിംഗ് സ്ക്വാഡിന് മുന്നിലേക്ക് പറഞ്ഞയച്ചു എന്നും പറയപ്പെടുന്നുണ്ട്.
ഈ ചിത്രം എടുത്തതിന് തൊട്ട് തലേ ദിവസമാണ്, അതായത് 1989 ജൂൺ 4 തീയതിയാണ് ചൈനയിൽ കുപ്രസിദ്ധമായിട്ടുള്ള ടിയാനൻമെൻ സ്ക്വയർ കൂട്ടക്കൊല നടക്കുന്നത്. നാട്ടിൽ നടമാടിക്കൊണ്ടിരുന്ന ജനാധിപത്യ ധ്വംസനങ്ങളോടും അഴിമതിയോടുമുള്ള പ്രതിഷേധ സൂചകമായിട്ട് ചൈനയിലെ വിവിധ വിദ്യാർത്ഥി സംഘടനകൾ ആ ചത്തുരത്തിൽ സംഘടിപ്പിച്ച പ്രകടനത്തെ സർക്കാർ അന്ന് കണക്കാക്കുന്നത് സ്റ്റേറ്റിന്റെ പരമാധികാരത്തോടുള്ള വെല്ലുവിളിയായിട്ടാണ്. കൊടും തണുപ്പിനെ അവഗണിച്ചുകൊണ്ട് 10,000-കണക്കിന് വിദ്യാർത്ഥികൾ തടിച്ചുകൂടിയ ടിയാനൻമെൻ സ്ക്വയറിലെ ആ രാത്രിയിലേക്ക് ടാങ്കുകളും യന്ത്രത്തോക്കുകളും ഒക്കെ ആയിട്ട് മാർച്ച് ചെയ്ത ചൈനീസ് പട്ടാളം മെഗാഫോണുകളിലൂടെ അവരുടെ ആ നിമിഷം അവിടുന്ന് പിരിഞ്ഞു പോകണമെന്ന് ഭീഷണി മുഴക്കിക്കൊണ്ടിരുന്നു. ജനാധിപത്യം അല്ലെങ്കിൽ മരണമെന്ന് പ്ലക്കാർഡ് എഴുതി കയ്യിൽ പിടിച്ചുകൊണ്ട് വീടുകളിൽ നിന്ന് ഇറങ്ങി വന്ന കുട്ടികൾ പക്ഷേ പട്ടാളത്തിന്റെ ഭീഷണി വകവെക്കാതെ അവിടെ തന്നെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. എന്തിനായിരുന്നു ആ പ്രതിഷേധം? സാവോ സിയാങ് അന്നത്തെ ചൈനയിലെ ജനപ്രിയനായിട്ടുള്ള ഒരു നേതാവായിരുന്നു. 1989 ജനുവരി 1 തീയതി വൈറ്റ് ഹൌസിൽ നിന്ന് പ്രസിഡന്റ് റൊണാൾഡ് റീഗനുമൊത്ത് കൈകോർത്ത് പിടിച്ചുകൊണ്ട് പുറത്തു വന്ന സാവോ സിയാങ്ങിന്റെ ഹൃദയത്തിൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ വികസനത്തെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഏറെ ജനപ്രിയനായിരുന്ന അദ്ദേഹം അധികം താമസിയാതെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനഭിമതനാകുന്നു. റീഗന്റെ കൈപിടിച്ച് നിന്നതിന് വെറും 6 മാസങ്ങൾക്കിപ്പുറം അദ്ദേഹം സ്വന്തം നാട്ടിൽ അഴികൾക്കുള്ളിൽ അടയ്ക്കപ്പെടുന്നു. ആ അറസ്റ്റ് ഒരു ടിപ്പിംഗ് പോയിന്റ് ആയിരുന്നു. ഇങ്ങനെ ഒരു ട്രിഗർ ഉണ്ടാവുന്നതിന് 3 കൊല്ലം മുമ്പ് തന്നെ, അതായത് 1986 ടിയാനൻമെൻ സ്ക്വയർ പ്രഭവ കേന്ദ്രമാക്കിക്കൊണ്ട് ജനകീയ പ്രക്ഷോഭങ്ങളുടെ ഒരു തീപ്പൊരി ചൈനയിലെ വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് കുടഞ്ഞിട്ട് കൊടുക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അമേരിക്കയിലെ പ്രിൻസ്റ്റൺ സർവകലാശാലയിൽ പ്രൊഫസർ ഉദ്യോഗം വെടിഞ്ഞ് ജനാധിപത്യ പുനഃസ്ഥാപനത്തിന്റെ സന്ദേശവുമായി ചൈനയിലെ യൂണിവേഴ്സിറ്റികൾ തോറും നടന്ന് പ്രസംഗിച്ച ഡോക്ടർ ഫാങ് ലിഴി ആയിരുന്നു ആദ്യമായി വിദ്യാർത്ഥികളെ ഇങ്ങനൊരു സമരത്തിന് പ്രേരിപ്പിക്കുന്നത്. ഈ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ സജീവമായിട്ട് പങ്കെടുക്കുന്ന ഹുയോ ബാങ്ങിനെ പൊതുപ്രവർത്തനം നിർത്താൻ സർക്കാർ നിർബന്ധിതനാക്കിയതും അതിന് പിന്നാലെ ഒരു ഹൃദയാഘാതം അദ്ദേഹത്തിന്റെ ജീവൻ എടുത്തതും വിദ്യാർത്ഥികളുടെ പ്രതിഷേധം കടുപ്പിച്ചിരുന്നു. ഇങ്ങനെ പല കാരണങ്ങളും കൊണ്ടും ശക്തി പ്രാപിച്ചു വന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ ആളിക്കത്താൻ സാവോ സിയാങ്ങിന്റെ അറസ്റ്റ് കാരണമാകുന്നു. 7 ആവശ്യങ്ങൾ അടങ്ങിയ ഒരു ചാർട്ടർ മുന്നോട്ട് വെച്ചുകൊണ്ടായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം. ഹുയോ ബാങ്ങിന്റെ നയങ്ങൾ ശരിയായിരുന്നു എന്ന് സമ്മതിക്കണം. പൊതുസ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള സർക്കാർ നടപടികൾ നിർത്തിവെക്കണം. ഭരിക്കുന്ന പാർട്ടി അംഗങ്ങളുടെ വരുമാന വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തണം. പത്രങ്ങളെ ഈ നാട്ടിൽ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ അനുവദിക്കണം. പാർട്ടി സെൻസർഷിപ്പ് അവസാനിപ്പിക്കണം. വിദ്യാഭ്യാസത്തിനുള്ള ഫണ്ട് വർദ്ധിപ്പിക്കണം. പഠിപ്പിക്കുന്നവരുടെ ശമ്പളം മെച്ചപ്പെടുത്തണം. ബെയ്ജിങ്ങിൽ ഇപ്പോൾ പ്രകടനങ്ങൾക്കുള്ള വിലക്ക് നീക്കിക്കൊടുക്കണം. മീഡിയയിൽ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾക്കും കവറേജ് ലഭ്യമാക്കണം. ഇങ്ങനെ തികച്ചും ന്യായമെന്ന് തന്നെ പറയാവുന്ന 7 ആവശ്യങ്ങളാണ് ഈ പ്രക്ഷോഭകർ മുന്നോട്ട് വച്ചിരുന്നത്. ഇതിനിടയ്ക്ക് പട്ടാളക്കാരും വിദ്യാർത്ഥികളും തമ്മിൽ ചെറിയ ഉരസലുകൾ ഉണ്ടാവുന്നു. ആ പ്രകോപനത്തിന് പിന്നാലെ പക്ഷേ അവിടെ നടന്നത് പട്ടാളക്കാരുടെ അഴിഞ്ഞാട്ടമായിരുന്നു. നിരായുധരും ഏറെക്കുറെ ശാന്തരുമായിരുന്ന വിദ്യാർത്ഥികൾക്കെതിരെ അവർ നിർദ്ദയം നിറയൊഴിക്കുന്നു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം മരിച്ചത് 300 വിദ്യാർത്ഥികൾ മാത്രമായിരുന്നുവെങ്കിൽ ടിയാനൻമെൻ മദേഴ്സ് പോലെയുള്ള സംഘടനകളുടെ കണക്ക് പ്രകാരം അന്ന് അവിടെ പൊലിഞ്ഞത് 8,000-നും 10,000-നും ഇടയ്ക്ക് നിഷ്കളങ്കരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ പ്രാണനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നടന്നു എന്ന് ടിയാനൻമെൻ മദേഴ്സും ഇല്ല എന്ന് ചൈനീസ് ഗവൺമെന്റും അവരെ അനുകൂലിക്കുന്ന മറ്റു പലരും പറയുന്നത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും യുക്തിസഹമായിട്ട് ചിന്തിക്കുന്നവർക്കിടയിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇക്കാര്യത്തിൽ ഏതൊരു ചരിത്രകാരന്റെ പുസ്തകത്തെക്കാളും വിശ്വാസയോഗ്യമായിട്ടുള്ള മറ്റൊരു തെളിവുണ്ട്. അതാണ് ആർതർ കെന്റ് എന്ന കനേഡിയൻ ജേർണലിസ്റ്റ് സംവിധാനം ചെയ്ത എ ബ്ലാക്ക് നൈറ്റ് ഇൻ ജൂൺ എന്ന പേരുള്ള ഒരു ഡോക്യുമെന്ററി ചിത്രം. 1989 ജൂൺ മാസത്തിൽ ചൈനയിൽ ഉണ്ടായിരുന്ന അദ്ദേഹം അന്ന് ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങൾ അടങ്ങുന്ന ഈ ഡോക്യുമെന്ററി ഈയിടെ ഡിജിറ്റലി റിസ്റ്റോർ ചെയ്തെടുത്തത് യൂട്യൂബിലുണ്ട്. അന്നത്തെ ഒറിജിനൽ ഫുട്ടേജിലൂടെ അദ്ദേഹം നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുന്നത് ആ ദുരന്തത്തിന്റെ വീർപ്പുമുട്ടലുകളിലേക്കാണ്.